ഹായ് ഓൾ, വെൽക്കം ടു ഹനാമി ക്രിയേഷൻസ്. ജപ്പാനിൽ നിന്ന് നാട്ടിൽ കൊച്ചിയിലേക്ക് പോയൊരു യാത്രയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഒന്ന് വഴി തെറ്റിപ്പോയി. 2 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും തിരിച്ചെത്തിയിട്ടുണ്ട്. ഞങ്ങൾ ശ്രീലങ്കൻ എയർപോർട്ട് വരെ എത്തിയ കാര്യങ്ങളാണല്ലേ നേരത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. ശ്രീലങ്കയിൽ ഞങ്ങൾക്ക് 1 നൈറ്റ് സ്റ്റേ ഉണ്ട്. ശരിക്കും 2 മണിക്കൂർ കൊണ്ട് ഞങ്ങൾക്ക് കൊച്ചിയിലെത്താം. ഒരു 8-10 മണിക്കൂർ കൊണ്ടാണ് നമ്മൾ ജപ്പാനിൽ നിന്ന് ശ്രീലങ്ക വരെ എത്തിയിരിക്കുന്നത്. എന്നിട്ട് ഒരു എൻ്റയർ നൈറ്റ് നമ്മൾ ഈ 2 മണിക്കൂർ കൊണ്ട് വെയിറ്റ് ചെയ്യുന്നത് ശരിക്കും കഷ്ടമാണ് കേട്ടോ. പക്ഷെ വേറെ മാർഗ്ഗമൊന്നുമില്ല. നമുക്ക് വേറെ എയർലൈൻസ് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഇത് കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയതുകൊണ്ടാണ് നമ്മളിത് ചൂസ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇന്ത്യ ഓപ്ഷൻ ഉണ്ട്. പക്ഷേങ്കിൽ ബാംഗ്ലൂർ ആൻഡ് ഡൽഹി മാത്രമാണ് ഞങ്ങൾക്ക് അടുത്തായിട്ടുള്ളൊരു ഓപ്ഷനുള്ളൂ. അങ്ങനെ നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇപ്പോൾ കൊണ്ടുവരുന്ന ലഗേജിൻ്റെ വെയിറ്റ് ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ബുദ്ധിമുട്ടാണെങ്കിൽ ഈ ഓപ്ഷൻ തന്നെ ഞങ്ങൾ എപ്പോഴും ചൂസ് ചെയ്യുന്നത്. ഞങ്ങൾ മിക്കവാറും ശ്രീലങ്കൻ എയർലൈൻസിലാണ് നാട്ടിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞിരുന്നില്ലേ. ഞങ്ങൾ ശ്രീലങ്കൻ എയർലൈൻസ് ചൂസ് ചെയ്യാനുള്ള കുറേ റീസൺസിൽ ഒരെണ്ണം എന്ന് പറയുന്നത് ശ്രീലങ്കൻ എയർപോർട്ട് കുറച്ച് ചെറുതാണ്. നമ്മുടെ ഗേറ്റ് കണ്ടുപിടിക്കാനും നമ്മളുടെ റെസ്റ്റിംഗ് ഏരിയയിൽ പോകാനും ലോഞ്ചും എല്ലാം അത്യാവശ്യം അടുത്തടുത്ത് തന്നെയാണ്. നമുക്ക് കുറേ നടന്ന് ടയേർഡ് ആവേണ്ട കാര്യമില്ല. ഞങ്ങൾ ആദ്യ കാലത്തൊക്കെ മലേഷ്യൻ എയർലൈൻസിലായിരുന്നു നാട്ടിൽ പോയിക്കൊണ്ടിരുന്നത്. മലേഷ്യൻ എയർലൈൻസിൽ പോകുമ്പോൾ അവിടുത്തെ എയർപോർട്ട് ഭയങ്കര ഹ്യൂജാണ്. നമ്മുടെ ഡിപ്പാർച്ചർ ഏരിയയും അറൈവൽ ഏരിയയും എല്ലാം അത്യാവശ്യം ലോങ് ആണ്. നമ്മൾ നടന്ന് മടുക്കും. അതിനുള്ളിൽ തന്നെ നമ്മൾ ട്രാം ഒക്കെ യൂസ് ചെയ്തിട്ട് വേണം അടുത്തൊരു ഏരിയയിലോട്ട് തന്നെ പോകാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇൻകൺവീനിയൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മക്കളൊക്കെ ആയതിനു ശേഷം മിക്കവാറും ഈ എയർലൈൻസ് ചൂസ് ചെയ്യുന്നത്. ഞങ്ങൾ ശരിക്കും 6:30-ക്കാണ് ശ്രീലങ്കൻ എയർപോർട്ടിൽ എത്തേണ്ടിയിരുന്നത്. പക്ഷെ ഞങ്ങൾ 5 മണിയായപ്പോഴത്തേനും എത്തി. ഇനി ഒരു 1.5 മണിക്കൂറുണ്ട് ഞങ്ങൾക്ക് ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യാൻ. 7 മണിക്കാണ് ഞങ്ങളുടെ ചെക്ക് ഇൻ ടൈം. അതുവരെ എയർപോർട്ടിൽ അവിടെ ഇവിടെയൊക്കെ ഒരു 1.5 മണിക്കൂർ കറങ്ങി തിരിഞ്ഞ് കളയണം. Don't stand back, okay? You have to stand front. നമ്മളൊരു ഫ്ലൈറ്റ് യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ലേ ഓവർ 12 അവേഴ്സിന് മുകളിലാണെങ്കിൽ എയർലൈൻസിൻ്റെ ഉത്തരവാദിത്തമാണ് നമ്മൾക്കുള്ള ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അറേഞ്ച് ചെയ്ത് തരിക എന്നുള്ളത്. അതായത് ഇപ്പോൾ ഞങ്ങൾ ശ്രീലങ്കയിൽ ഇന്ന് വന്ന് ഇന്ന് നൈറ്റ് ഫുള്ള് ഇവിടെ നമുക്ക് സ്റ്റേ ചെയ്യണം. നെക്സ്റ്റ് ഡേ ഞങ്ങൾക്ക് ഫ്ലൈറ്റ് കൊച്ചിയിലേക്കുള്ളൂ. അപ്പോൾ നമ്മളുടെ എയർലൈൻസിൻ്റെ ഉത്തരവാദിത്തമാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഹോട്ടലും ഫുഡും അറേഞ്ച് ചെയ്യുക എന്നുള്ളത്. ഇത് ശരിക്കും നമ്മൾ ചോദിച്ച് വാങ്ങേണ്ട കാര്യമൊന്നുമല്ല. ഇങ്ങനെയാണ് എല്ലാ ഇന്റർനാഷണൽ ഫ്ലൈറ്റ്സിൻ്റെയും സ്റ്റാൻഡേർഡ്. പക്ഷേ ഇതേക്കുറിച്ചിട്ടുള്ള മെയിലോ നോട്ടിഫിക്കേഷനോ ഒന്നും നിങ്ങളുടെ എയർലൈൻസ് നിങ്ങൾക്ക് തന്നിട്ടില്ലെങ്കിൽ ഫ്ലൈ ചെയ്യുന്നതിന് മുന്നേ എയർലൈൻസിനെ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ അക്കോമഡേഷനും ഫുഡും ഒക്കെ നിങ്ങൾ ഉറപ്പുവരുത്തണം കേട്ടോ. ഇതിനെക്കുറിച്ച് അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയാണ് ഈ കാര്യം പറഞ്ഞത് കേട്ടോ. എയർലൈൻസുകാർ നമുക്ക് തരുന്നത് എയർപോർട്ടിന് വെളിയിലുള്ള ഹോട്ടൽസ് ആയിരിക്കും. നമ്മൾ വേറൊരു കൺട്രിയിൽ ചെന്ന് കഴിയുമ്പോൾ എയർപോർട്ടിന് വെളിയിലേക്ക് വിസ ഓൺ അറൈവൽ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഈ എയർപോർട്ടിലൊക്കെ വന്നതിന് ശേഷം ആദ്യം ഇമിഗ്രേഷനിൽ ചെന്നിട്ട് വിസ ഓൺ അറൈവൽ എടുക്കണം. ഈ വിസ ഓൺ അറൈവലിന്റെ വാലിഡിറ്റി ഓരോ കൺട്രീനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. 30 ഡേയ്സ്, 60 ഡേയ്സ്, 90 ഡേയ്സ് അങ്ങനെയാണ് പൊതുവേ ഈ വാലിഡിറ്റി ഉണ്ടാവാറ്. ഞങ്ങൾ മക്കളായതിനു ശേഷം എയർലൈൻസുകാർ തരുന്ന ഈ ഹോട്ടൽസ് എടുക്കാറില്ല. കാരണം ഇമിഗ്രേഷനിലെ നീണ്ട ക്യൂ ഒക്കെ കഴിഞ്ഞ് വെളിയിലിറങ്ങി ഹോട്ടൽസിൻ്റെ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് അങ്ങനെ കുറേ ടൈം പോയി ചൂടൊക്കെ എടുത്ത് നമ്മൾ ഒരു 1.5 മണിക്കൂറൊക്കെ മോസ്റ്റ്ലി ട്രാവൽ ചെയ്തിട്ടായിരിക്കും ഈ ഹോട്ടൽസിലെത്തുന്നത്. കാര്യം ഹോട്ടലും ഫുഡും ഒക്കെ ഫ്രീ ആണെങ്കിലും അതിനുവേണ്ടി എടുക്കുന്ന ടൈമൊക്കെ ആലോചിക്കുമ്പോൾ മക്കളായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ മക്കളായ പിന്നെ എയർപോർട്ടിനുള്ളിലെ ട്രാൻസിറ്റ് ഹോട്ടൽസ് ആണ് എപ്പോഴും താമസിക്കാൻ എടുക്കാറ്. ഈ ഹോട്ടൽസ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇമിഗ്രേഷൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ എന്നാണോ ഈ എയർപോർട്ടിൽ എത്തുന്നത്, ഏത് ടൈമിനാണോ എത്തുന്നത്, അതിനനുസരിച്ച് നമുക്ക് ഈ ഹോട്ടൽസ് ബുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ തന്നെ ഈ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ട് വേണം വരാനായിട്ട്. നമ്മൾ ഇവിടെ വന്നിട്ട് ഹോട്ടൽ ബുക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇവിടെ ഇല്ല. പിന്നെ നമ്മൾ എയർപോർട്ടിനുള്ളിലെ ഹോട്ടൽസ് ബുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ എയർലൈൻസുകാർ നമുക്ക് അതിനുള്ള എമൗണ്ട് ഒന്നും തരില്ല. കാരണം എയർപോർട്ടിനുള്ളിലെ ഹോട്ടൽസ് പൊതുവെ കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും. അത്ര എമൗണ്ട് ഒന്നും എയർലൈൻസുകാർ നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യില്ല. നമ്മളുടെ പാസ്പോർട്ടും നമ്മുടെ ബോർഡിംഗ് പാസും ആണ് നമുക്ക് ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആകെ വേണ്ടത്. ഞങ്ങൾക്ക് നാളെ രാവിലെ 8:30-ക്കാണ് ശ്രീലങ്ക ടു കൊച്ചി ഫ്ലൈറ്റ്. അപ്പോൾ ഞങ്ങൾ രാത്രി 7 മുതൽ രാവിലെ 7 വരെയാണ് ഈ ഹോട്ടൽ ബുക്ക് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾക്ക് 7 to 7 ഹോട്ടൽ ബുക്ക് ചെയ്തതിന് ഏകദേശം 15,000 ഇന്ത്യൻ റുപ്പീസാണ് ആയത്. ഈ ഹോട്ടലിനുള്ളിൽ തന്നെ ഇവരുടെ തന്നെ റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടുന്ന് തന്നെ ഫുഡ് ഓർഡർ ചെയ്യാം. അവർ റൂമിലേക്ക് നമുക്ക് ഫുഡ് കൊണ്ടുതരും. അതിനോട് ചോദിക്കാം. എനിക്ക് തോന്നുന്നു അതിപ്പോൾ അവിടുത്തെ ഞങ്ങൾ കഴിഞ്ഞ കുറേ വർഷമായിട്ട് ഈ ഹോട്ടൽ ബുക്ക് ചെയ്യുന്നുണ്ട്. ഈ വർഷത്തെ ഇവിടുത്തെ ഡിന്നർ ഞങ്ങൾക്ക് ഇവർ കോംപ്ലിമെൻ്ററി ആയിട്ട് തന്നു. അതൊക്കെ കഴിച്ചിട്ട് മക്കളെ ഉറക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കിടന്നാണ്. ഞാൻ വല്ലാതെ അങ്ങ് ഉറങ്ങിപ്പോയി. പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ എണീക്കുന്നത്. രാവിലെ എണീറ്റ് കോഫി കുടിക്കുന്ന കാഴ്ചയാണിത്.
രാവിലെ 6 മണിയായപ്പോൾ തന്നെ ഇവർ നമുക്ക് വേക്കപ്പ് കോളൊക്കെ തന്നു. പക്ഷെ അതിന് മുന്നേ ഞങ്ങൾ എണീറ്റിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മളുടെ കാര്യങ്ങളൊക്കെ പതുക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ടായി. ഈ ട്രാൻസിറ്റ് ഹോട്ടലിൽ അത്യാവശ്യം നല്ല സൗകര്യമുള്ള റൂമാണ് കേട്ടോ നമുക്കുള്ളത്. 2 വലിയ കൗച്ചും ഒരു വലിയ ബെഡൊക്കെയാണ് നമുക്ക് വരുന്നത്. നമ്മൾ എയർലൈൻസുകാർ തരുന്ന ഹോട്ടലിൽ എടുക്കുന്നതെങ്കിൽ നമുക്കൊരു 3 മണിയൊക്കെ ആകുമ്പോൾ വേക്കപ്പ് കോൾ വരും. ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ ഹോട്ടലിൽ നിന്ന് എയർപോർട്ടിലോട്ടുള്ള ബസ് അവർ സ്റ്റാർട്ട് ചെയ്യും. അപ്പോഴേക്കും നമ്മൾ റെഡി ആയിട്ട് ബസ്സിൽ പോയിട്ടിരിക്കണം. പിന്നെ ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇമിഗ്രേഷനും സെക്യൂരിറ്റി ചെക്കും അങ്ങനെയുള്ള എല്ലാ പ്രൊസീജിയേഴ്സും ഒന്നേന്ന് പറഞ്ഞിട്ട് ഈ എയർപോർട്ടിൽ കാണും. എന്നിട്ടാണ് നമ്മൾ നമ്മളുടെ ഗേറ്റിൻ്റെ അടുത്ത് എത്തുക. പക്ഷേ ഇവിടെ നമ്മൾ എയർപോർട്ടിനുള്ളിൽ തന്നെ ഉള്ള ഹോട്ടലായതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു പ്രൊസീജിയേഴ്സും നമുക്കില്ല. നമ്മൾ നേരെ ടൈം ആകുമ്പോൾ ഗേറ്റിൻ്റെ അടുത്ത് പോയിട്ട് ഇരുന്നാൽ മതി. നമുക്ക് ശരിക്കും ലേ ഓവർ 2 ദിവസമൊക്കെ ഉണ്ടെങ്കിൽ വിസ ഓൺ അറൈവൽ എടുത്ത് വെളിയിൽ പോയി ഒന്ന് റെസ്റ്റ് ഒക്കെ എടുത്ത് വെളിയിലൊക്കെ പോയി ഒന്ന് കറങ്ങി അങ്ങനെ നമുക്ക് എയർപോർട്ടിൽ തിരിച്ചെത്തിയാൽ മതി. പക്ഷെ ഞങ്ങൾ ഇവിടെ എത്തുമ്പോൾ തന്നെ 5-5:30 പിന്നെ നമുക്ക് നൈറ്റിൽ ഒന്ന് റെസ്റ്റ് ചെയ്ത് ഫ്രഷായി രാവിലെ എണീറ്റ് പോകാന്നുള്ള കാര്യം മാത്രം ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് വെളിയിൽ ഇറങ്ങണത് അങ്ങനെ നോക്കുമ്പോഴും നഷ്ടമാണ്. പിള്ളേരുടെ ഉറക്കവും ഫുഡും ഒക്കെ കഴിഞ്ഞ് പതുക്കെ സമാധാനത്തിൽ ഇറങ്ങണമെങ്കിൽ പകുതി അവർ നമ്മളെ ചൊറയാക്കാതിരിക്കും. അപ്പോൾ തന്നെ നമ്മുടെ ട്രാവൽ കുറച്ച് സ്മൂത്തും കംഫർട്ടും ആവുമല്ലോ. ഞാൻ രാവിലെ 6 മണിയായപ്പോൾ തന്നെ കോഫിയുടെ കൂടെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ബണ്ണും ബട്ടറും ഒക്കെ എൻജോയ് ചെയ്യാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണം ഞാൻ ഫ്രഷായി റെഡി ആയിട്ട് പിള്ളേരെ എഴുന്നേൽപ്പിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാനായിട്ട്. അപ്പോൾ ഇതൊക്കെ എൻജോയ് ചെയ്ത് പിള്ളേരെയൊക്കെ റെഡിയാക്കട്ടെ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.